നമസ്കാരം. 63ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ സിറ്റി ചാനലിൻ്റെ ടീം ഇതിലെ പോകുമ്പോൾ നമുക്ക് ഒരു നടനെ ഇവിടെ കാണാൻ സാധിച്ചു. നാടക നടനും അതേപോലെ തന്നെ ഇപ്പോൾ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂക്കൽ രാഘവൻ ഈ നാടിൻ്റെ സ്വന്തം നടനാണ്. അദ്ദേഹത്തിന് ഈ കലോത്സവ ഓർമ്മകളുണ്ടാവും പണ്ടത്തെല്ലാം. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ പണ്ട് നാടകം അഭിനയിച്ചിട്ടുള്ളതാണ്. ഇവിടെ തന്നെ ചെറിയൊരു 1980-84 കാലത്തിന്റെ ഇടയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലേ ഈ സ്കൂളും ഇവിടുത്തെ പള്ളിയും ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ രാജപറ്റ ആൾക്കാരൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. ഞാൻ ഇവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കലോത്സവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഏത് കലാകാരൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാവരും കലോത്സവത്തിൽ കൂടി വളർന്നു വന്ന കലാകാരന്മാരാണ് നമുക്കിപ്പം കേരളത്തിലും അത് പൊതുവെ കാണാനുള്ളത് അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാവുന്ന മാക്സിമം പ്രോത്സാഹനം കൊടുത്ത് അവരെ ഈ പരിപാടിയിൽ കൂടി വളർത്തിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പണ്ട് സ്കൂളുകളൊക്കെ പഠിക്കുമ്പോൾ കലോത്സവ വേദികളിലൊക്കെ സജീവമാകാറുണ്ട് ഉണ്ടായിരുന്നു. കലോത്സവ വേദികളിലൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത്ര വലിയ അധികമായിട്ട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടൊന്നുമില്ല, അതൊന്നുമില്ല. അതൊക്കെ പിന്നീടാണ്. ഞാൻ 1978 ശേഷം നാടകം, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കലാസമിതി ഉണ്ടാക്കി, വിജയകലാസമിതി പന്തരി, അവിടെ നിന്നാണ് നാടകം അഭിനയിച്ചു തുടങ്ങിയത്. പിന്നെ 1984 വരെ അന്ന് കണ്ണൂർ ജില്ലയായിരുന്നല്ലോ, കാസർഗോഡായിരുന്നു. പല ഭാഗങ്ങളിലും പല അമേച്ചർ നാടകവേദിയിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. 84 കോഴിക്കോട് സ്റ്റേജ് ഇന്ത്യയിലേക്ക് വിക്രമൻ നായർ, അദ്ദേഹം ഞങ്ങളൊരു നാടകം ഉദ്ഘാടനം ചെയ്യാൻ ദുർഗാ സ്കൂൾ വന്നിട്ടുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് ചന്ദ്രാലയ നാരായണൊക്കെ സംവിധാനം ചെയ്ത നാടകത്തിൽ അമ്മണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ 3 പേരെ അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേജ് ഇന്ത്യയിൽ. ആ സമയത്താണ് എന്നെ വീട്ടുകാരിലും കൂടി ഗൾഫിലേക്ക് പാക്ക് ചെയ്തത്. അങ്ങനെ തൽക്കാലം നാടകം ചെയ്തിട്ട് നിന്നെങ്കിലും പോയിട്ടൊരു 8 വർഷം ആരോടും പെട്ടിട്ടില്ലെങ്കിലും പിന്നെ ഷാർജയിൽ ഇന്ത്യൻ അസോസിയേഷനിൽ അവിടെ തുടങ്ങി വീണ്ടും. അത് പിന്നെ അതിനൊരു ബ്രേക്ക് ഉണ്ടായിട്ടില്ല. ഷാർജയിലും ദുബായിലും അബുദാബിയിലും ഫുജറയിലും റാസൽ കൈമയിലുള്ള എല്ലാ സംഘടനകളും മലയാളി സംഘടനകളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ഭരത് മുരളി നാടകോത്സവത്തിൽ നാടകം അഭിനയിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് 2016 ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന സിനിമയിൽ ആദ്യമായിട്ട് ദുബായിൽ നിന്നാണ് അഭിനയിക്കുന്നത്. ആ സ്റ്റോറി ദുബായ് ആണോ അങ്ങനെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തൃശ്ശൂർ പേരൂർ ക്ലിപ്തം, കക്ഷി അമ്മിണിപ്പിള്ള, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ, മൂന്നാം പ്രളയം, ഹെലൻ, കനകം കാമിനി കലഹം, നാരദൻ, പ്രിയൻ ഓട്ടത്തിലാണ്, പ്രകാശൻ പറക്കട്ടെ, അങ്ങനെ 20ഓളം മലയാള സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ പാക്കപ്പ് ചെയ്ത ED എക്സ്ട്രാ ഡീസൻ്റ് ഇവിടെ അമീർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന ആ പടത്തിൽ സുരാജ് വെഞ്ഞാറിൻ്റെ കൂടെ ഒരു വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മറ്റന്നാളൊരു പൂജയാണ്, ഡോക്ടർ ബെന്നറ്റ് സിനിമയുടെ പേര്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നൊരു പടം ഈ 21 എറണാകുളം രനായി ഹോട്ടലിൽ വെച്ച് ഉദ്ഘാടനമാണ്. ആ പടത്തിൻ്റെ വർക്കൗട്ടിന് തുടങ്ങും. അതൊക്കെയാണ് പറയാനുള്ള തൽക്കാലത്തെ വിശേഷങ്ങൾ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാഘവേട്ടൻ്റെ കലാജീവിതം മുന്നോട്ട് പോവുകയാണ്. നല്ലൊരു വിജയ ആശംസകൾ നേർന്നുകൊണ്ട് വേദികളിലേക്ക്.